കഥ ആ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഉറങ്ങുമോ? കണ്ണ് ചിമ്പി കടന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പേടിക്കണ കഥയാണോ, തമാശയുള്ള കഥയാണോ, കരയണ കഥയാണോ വേണ്ടിയത്? ഒരാൾക്ക് കരയണതും ഒരാൾക്ക് തമാശയും. എന്നാൽ രണ്ടും കൂടിയത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ദിവസേ ഒരു വല്യപ്പ ഉണ്ടേനി കേട്ടോ. ആ വല്യപ്പ ബസ്സിലൊന്നും പോവില്ല. ഒരന്ന് ബസ്സിൽ നല്ല ഏത് വണ്ടിയിലും പോവില്ല. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അയാൾ എന്തോട്ടെ എല്ലായിടത്തേക്കും നടന്നു പോവും, ദൂരത്തേക്കൊന്നും അയാൾ പോവലില്ല. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ മകള് പറഞ്ഞു, ഇപ്പ എന്നെ കെട്ടിച്ചിട്ട് എത്രങ്ങാനുമായി, നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്നും വരുന്നില്ലല്ലോ ഞാൻ കാണാനേ പറഞ്ഞു. അപ്പം നിങ്ങൾ വരുവോണ്ടി, അപ്പോൾ ഒരു 15 ഉറുപ്പ്യ കൊടുത്താൽ മതി എൻ്റെ അവിടേക്ക് ബസ്സിന്. അപ്പോൾ നിങ്ങൾ വരുവോണ്ടിട്ടോ, ബസ്സിൻ്റെ സമയമൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് പറഞ്ഞു. അങ്ങനെ ഈ മകള് ഇപ്പാക്ക് ബസ്സിൻ്റെ സമയമൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? അതിലേ ഇപ്പം എന്താ കാട്ടി, ബസ് കയറുന്ന സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ബസ്സിൽ കയറി. ഇപ്പ വെറ്റിലൊക്കെ തിന്ന് നടക്കണ ഒരാളാണ് കേട്ടോ. വെറ്റില തിന്നണ പോലെ കണ്ടിക്കണ നിങ്ങൾ? അങ്ങനെ വെറ്റിലൊക്കെ തിന്നണ ആളാണ് കേട്ടോ. അപ്പോൾ അയാൾ ബസ്സിൽ കയറിങ്ങാണ്ട്, അന്ന് ബസ്സിൽ തിരക്കന്നല്ല. അയാൾ എവിടെ ഇരുന്നത് അറിയോ? ബസ്സിൻ്റെ മുന്നിൽ ആ പെട്ടിയൊക്കെ ഉള്ള സ്ഥലമല്ലേ, അതിൻ്റെ അവിടുത്തെ സീറ്റില്ലേ, ആ സീറ്റിലാണ് ഇരുന്നത് കേട്ടോ. ഡ്രൈവർ ഭാഗത്തല്ല, അപ്പുറം ഭാഗത്ത് അവിടെയാണ് ഇരുന്നത്. അപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുണ്ടതും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ഡ്രൈവർ ബസ് സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോവുകയാണ്. പോയപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. അതിൽ അയാൾ മനസ്സിലിങ്ങനെ കരുതി, എന്തൊരു ഓട്ടാണ് ഈ മരങ്ങൾ ഓടുന്നത്, അവിടെ നിന്നാൽ പോരെ, ഇതെന്താ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ, ഞങ്ങളെ നാട്ടിലത്തെ മരങ്ങളൊന്നും ഇങ്ങനെ ഓടലില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ് എത്തി, അവിടെ നിർത്തിയപ്പോൾ ഒരു മരണ്ട് വീണ് കിടക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു മനസ്സിൽ കേട്ടോ, അയാൾ ചിരിച്ചങ്ങാണ്ട് ഒറ്റക്ക് പറയാം, ഇച്ചപ്പോഴേ ഉറപ്പേനി, ഓൻ്റെ മണ്ടൽ കണ്ടപ്പോൾ തന്നെ വിഗും, അപ്പം തന്നെ ഉറപ്പേനി, ഒരു ഭാഗത്ത് നിന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഓടിയത്, അങ്ങനെ ഉണ്ടാവും ഇങ്ങനത്തെ മണ്ടലൊക്കെ മണ്ടിയാൽ അയാൾ മനസ്സിൽ കരുതി ഒറ്റക്ക് ചിരിച്ചിട്ടോ. പിന്നെ കുറച്ചുണ്ടെത്തിയപ്പോൾ അയാൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പം ക്ലീനർ പറഞ്ഞു, കാക്ക അങ്ങക്ക് ഇറങ്ങാനായി തുടങ്ങിയിരിക്കണം കേട്ടോ, അടുത്ത സ്റ്റോപ്പിൽ ഇങ്ങക്ക് ഇറങ്ങണം പറഞ്ഞു. അതിൽ ഇയാൾ എന്താ കാട്ടി, വെറ്റില തിന്നുങ്ങാണ്ട് ഒറ്റ തുപ്പാണ്, പുറത്തേക്ക് തുപ്പി. പക്ഷെ പുറത്തേക്കല്ല, അയാൾ മുന്നിലല്ലേ ഇരിക്കണത്, അയാൾക്ക് ബസ്സിൻ്റെ മുന്നിൽ ചില്ലാണ് എന്നുള്ളത് അറിയില്ല. അയാൾ പുറത്തേക്കാണ് തുപ്പിന്ന് കരുതി തുപ്പിയപ്പോൾ ആ ചില്ലുമക്കല്ലേ, അത് നേരെ എവിടേക്കാണ്, ചില്ലുമക്ക് തെറിച്ചിട്ട് ഡ്രൈവറുടെ മുഖത്ത് കൂടെ ഇങ്ങോട്ട് തെറിച്ചു. ഡ്രൈവർക്ക് ഇങ്ങോട്ട് ഈറ കടിച്ചിട്ട് അതിൽ ഡ്രൈവർ എന്ത് ചെയ്തു അറിയോ, അയാൾ ഇറങ്ങണ സ്ഥലമെത്തിയപ്പോൾ ഡ്രൈവർ ആദ്യം ഇറങ്ങി, ബസ് നിർത്തിങ്ങാണ്ട് ഡ്രൈവർ ആദ്യം ഇറങ്ങി അപ്പുറത്ത് കൂടെ പോയി അയാൾ ഇറങ്ങണ സ്ഥലത്ത് നിന്നു. ആൾക്കാർ ഇറങ്ങണ സ്ഥലത്ത് പിന്നെ ഡോറിൻ്റെ അവിടെ നിന്നു. ഇയാൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അയാളെ മൂന്നൊക്കെ രാട്ടിയാണ് കൊടുത്തു. എന്നിട്ട് ഡ്രൈവർ ഒന്നും മുണ്ടാതെ ബസ്സിൽ തിരിച്ച് കയറി. അപ്പോൾ ഡ്രൈവർ ഡ്രൈവർ അല്ല കേട്ടോ, പിന്നെ ഇയാൾ വല്ലാത്ത അടി, എന്തൊരു വേദന, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയിരിക്കണത് മകളെ പെരൻ്റെ മുന്നിലാണ്. അതിൽ അയാൾ മൂന്തമ്മലും കൈയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കേന്. അതിൽ മകള് പറഞ്ഞു, ഇപ്പം അസ്സലാമലൈക്കും, എങ്ങനെയുണ്ടേനി ബസ്സിലത്തെ യാത്രയൊക്കെ സുഖേനി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബസ്സിൽ പോരാനൊക്കെ സുഖമാണ്, ഇറങ്ങുമ്പോൾ എല്ലാം അടിയുണ്ട്, അതാണ് സഹിച്ചാൻ പറ്റാത്തത് പറഞ്ഞു. അപ്പോൾ മകള് ചോദിച്ചു, ഇറങ്ങുമ്പോൾ എല്ലാം അടിയോ, അതെന്താ ചോദിച്ചു. അല്ല, അപ്പോൾ ബസ് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അടി കിട്ടൂലേ, ഞാൻ ആദ്യമായിട്ട് കയറുകയല്ലേ, അതൊന്നും അറിയില്ല, ആ ഡ്രൈവർ പിന്നെ എന്തിനാ ഞാൻ അടിച്ചത് ചോദിച്ചു. അപ്പോൾ ഈ ഉപ്പാനോട് ഈ മകള് ചോദിച്ചു, അല്ല അപ്പോൾ എന്താ ബസ്സിൽ നടന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞെന്നാണ് ഈ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ മകള് പറഞ്ഞു,
അല്ലപ്പാ ആ ചില്ലുമ്മക്ക് തുപ്പിയാൽ പിന്നെ ഡ്രൈവറെ മുഖത്തേക്ക് തെറിച്ചൂലേ, അതുകൊണ്ട് അയക്കാരം നിങ്ങൾക്ക് അടിയിട്ടത്. അല്ലാതെ ഞങ്ങൾക്കൊന്നും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടിയിട്ടലില്ല. അത് നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ്. ഇനി നിങ്ങൾ ബസ് കയറുമ്പോഴൊന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വെറ്റില്ല തിന്നാലും അങ്ങോട്ട് നിർത്തിക്കളി, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തുനിന്നും അടി കിട്ടും. അപ്പോൾ നല്ല കുട്ടിയെ ഇങ്ങാണ്ട് നിങ്ങൾ വെറ്റിലൊക്കെ നിർത്തി ഇനി എന്നും ബസ്സിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുവേണ്ടി പറഞ്ഞു. ഓക്കെ, കഥ ഇഷ്ടമായോ? നല്ല ഇഷ്ടമുണ്ടോ? എന്നാൽ ഞാൻ ഉറങ്ങിക്കാണി രണ്ടാളും. അസ്സലാമലൈക്കും പറഞ്ഞോ. അസ്സലാമലൈക്കും.